ഞാൻ ഇതിനു മുന്നേ 23/5/2024 വ്യാഴാഴ്ച ഒരു ഷോർട്ട് വീഡിയോ എത്തിയിരുന്നു. നമ്മളെ കാക്കഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ സ്പിന്നി മില്ലിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വിട്ടിട്ട് ഗതാഗതം തടസ്സപ്പെട്ടതായിട്ടുള്ള ഒരു വീഡിയോ എത്തിയിരുന്നു. അത് ഒരുപാട് ആളുകൾ കണ്ടിട്ട് അത് റെഡിയാക്കിയണല്ലോ, അത് അറിയാത്ത ആളുകളാണ് ഇത് പറയുന്നത്. ഇപ്പോഴും ആ റോഡ് ഇതുവരെ നമ്മൾ ഇന്ന് പറയുന്ന സമയം, ഇത് വീഡിയോ എടുക്കുന്ന സമയം ഞാൻ ആ റോഡിലൂടെയാണ് പോകുന്നത്. അതിന് പകരമായിട്ട് വേറെ റോഡ് വരെ നിർമ്മിച്ച് അതിന് റോഡ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. 27/5/2024 തിങ്കളാഴ്ച ഇപ്പം എടുത്ത വീഡിയോ ആണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് മുകളിൽ ഞാൻ അതിന് ലിങ്ക് 23-ാം തീയതി എടുത്ത മണ്ണിടിഞ്ഞ് വീണ ആ സമയത്തുള്ള ലിങ്ക് ഞാൻ മുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോ ഇതുവരെ ആ റോഡ് റെഡി ആക്കിയിട്ടില്ല. അത് ഒരുപാട് ആളുകൾ റോഡ് റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാ വീഡിയോ പിന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള ഇത് അവിടുത്തെ പഞ്ചായത്ത് ഭരണ അംഗങ്ങൾ വരെ ഈ വീഡിയോ ഒന്നല്ല, ഈ റോഡിന്റെ സൗജന്യ വ്യവസ്ഥ നമ്മൾ പെട്ടെന്ന് നടക്കുന്ന ഒരു നമ്മളെ റോഡ് 66 നമ്മളെ ഹൈവേന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം ചേലാമ്പ്ര പഞ്ചായത്തിന്റെ വിവിധ പോക്കറ്റ് റോഡിലൂടെയാണ് വലിയ വലിയ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് കാക്കഞ്ചേരി മുതലുള്ള ഇടിമുഴിക്കൽ വരെ ഒരു വണ്ടിയും വലിയ വണ്ടികളൊന്നും പോകുന്നില്ല. കാരണം ഇത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല. ഇതുവരെ ഇപ്പോഴും ഓപ്പൺ ആക്കിയിട്ടില്ല. ഇത് ഓൺ ടൈമാണ്. 27/5/2021 ഇതാണ്. നമ്മുടെ സ്പിന്നിമില്ലിൽ കൂടെയാണ് ഞാൻ ഈ റോഡ് മണ്ണിടിഞ്ഞ ആ റോഡിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കം ഒരുപാട് വീഡിയോസിലും നാട്ടുകാരെ അറിയിച്ചും പൊതുജനങ്ങളെ അറിയിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ ഇത് നിങ്ങൾ കണ്ടതാവും. ഇത് സ്പിന്നി മില്ല് ഓവർ ബ്രിഡ്ജിന്റെ അണ്ടർ ആയിട്ടുള്ള റോഡാണ് കാണുന്നത്. ഹൈവേ NH 66 യഥാർത്ഥ രൂപം ദൂരേക്ക് നോക്കിയാലേ കാണുന്നു. അല്ലാതെ അങ്ങോട്ട് ഉൾപ്പെടുത്തിയതാണ് ഈ വീഡിയോയില്. ഇത് കാക്കഞ്ചേരി ഭാഗത്തേക്ക് വർക്ക് ഇതായിട്ട് തീർന്നില്ല.